കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന അധ്യാപകർ. അശാസ്ത്രീയമായ ക്രമീകരണങ്ങളും ഏകോപനക്കുറവും മൂലം ആയിരക്കണക്കിന് അധ്യാപകരാണ് കടുത്ത ബുദ്ധിമുട്ട് നേരിട്ടത്. വ്യാപക പ്രതിഷേധമുയർന്നതോടെ പാലക്കാട് BEM സ്കൂളിൽ ഒരു വെരിഫിക്കേഷൻ കേന്ദ്രം കൂടി അനുവദിച്ചു. രാവിലെ 7 മണി മുതൽ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അധ്യാപകർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നീണ്ട നിരയായി കാത്തുനിൽക്കേണ്ടി വന്നതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. ഓൺലൈൻ വെരിഫിക്കേഷൻ, സബ് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധന തുടങ്ങിയ സംവിധാനങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്താത്തതാണ് വലിയ തിരക്ക് രൂപപ്പെടാൻ കാരണമായത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ അധ്യാപകരെ വരാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകർ നല്ല പ്രതിഷേധത്തിലാണ്. സംഘടനയ്ക്കും നല്ല പ്രതിഷേധമുണ്ട്. കാരണം ഇത്രയും ആയിരക്കണക്കിന് അധ്യാപകരെ ഇവിടെ വിളിച്ചു വരുത്തി ഈ റോഡിൽ നിൽക്കുന്ന അവസ്ഥ. അപ്പം DOയോട് സംസാരിച്ചപ്പോൾ നമുക്ക് BEM സ്കൂളിൽ കൗണ്ടറുകളാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിനെ എല്ലാം BEM സ്കൂളിലേക്ക്, ഇപ്പോൾ ഇവിടെ ഈ റോഡിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനെ എല്ലാം BEM സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അതൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു വന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കല്ലേ നമുക്ക് പറ്റുള്ളൂ. അത് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി അടിസ്ഥാനത്തിൽ ദിവസങ്ങൾ തിരിച്ച് വെരിഫിക്കേഷൻ ക്രമീകരിക്കാത്തതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. 30-40 വർഷം സർവീസുള്ള ടീച്ചർമാരാണ്. അവരെ കൊണ്ട് അശാസ്ത്രീയമായ ഒരു ഉത്തരവിലൂടെ പരീക്ഷ എഴുതിപ്പിച്ചു. രാവുമില്ല പകലുമില്ലാണ്ട് കഷ്ടപ്പെട്ട് ടീച്ചർമാർ പഠിച്ചു. പാസ്സായവരുടെ ഒരു ഉത്തരവിലൂടെ നോക്കൂ, ഒരു കിലോമീറ്റർ നീളത്തിൽ മഴയത്തും വെയിലത്തും അധ്യാപകരെ ക്യൂ നിർത്തിക്കാൻ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഈ കാലത്ത് എത്ര ശാസ്ത്രീയമായിട്ട് ഈ വെരിഫിക്കേഷൻ നടത്താം? ഓൺലൈൻ വെരിഫിക്കേഷൻ ഇല്ല, സബ് ജില്ലാ വൈസ് വെരിഫിക്കേഷൻ ഇല്ല, കാറ്റഗറി വൈസ് വെരിഫിക്കേഷൻ ഇല്ല. പ്രായമോ അധ്യാപകരുടെ പ്രയാസങ്ങളോ ഒന്നും പരിഗണിക്കാതെ ഈ പെരുമഴയത്തിന് അവരെ നിർത്തിയിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റുകളൊക്കെ പലരുടെയും നിലത്ത് വീണിരിക്കുന്ന തിരക്കിൽ BP-യുടെയും പ്രഷറിൻ്റെയൊക്കെ മരുന്ന് കഴിച്ച് നിൽക്കുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അവരെ തികച്ചും പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ്. ആരാണിത് ഉത്തരവ് കൊടുത്തത്? മുകളിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വകതിരിവില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. കൃത്യമായിക്കൊണ്ട് ഇത് പരാതിപ്പെടുകയും വളരെ സുതാര്യമായിക്കൊണ്ട് ഇത് വെരിഫിക്കേഷൻ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഞങ്ങൾ 9 മണിക്കും 8 മണിക്കും 7 മണിക്കും വന്ന് നിൽക്കാൻ തുടങ്ങിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ നിൽക്കുന്ന ടീച്ചർമാർ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് ഒരു 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ 1000 ആൾക്കാരുണ്ട്. ഇന്ന് പാതിരാവ് കഴിഞ്ഞാൽ ഇത് തീരാത്തൊരു അത്രയും അവസ്ഥയാണ്. ജില്ലയിലെ മുഴുവൻ അധ്യാപകരും നേരിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ എത്തണമെന്ന നിർദ്ദേശമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇത്രയും ക്യൂ നിന്നിട്ട് എത്ര മഴയുണ്ടായിരുന്നു വന്നപ്പോ, പറ്റില്ല, ഞങ്ങൾ പോവില്ല. നേരത്തെ വന്ന് നിന്നിട്ടും ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ടോക്കൺ സിസ്റ്റമാണ്. എന്നാലേ കറക്റ്റായി എല്ലാവർക്കും ഈ വന്ന പോലെ ഓർഡർ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ മാറില്ല. മാറ്റിയാണെങ്കിൽ ഈ നേരത്തെ വന്ന് ക്യൂ നിൽക്കണവർക്ക് ഒരു കൺസിഡറേഷൻ വേണ്ടേ? ഞങ്ങൾ നേരത്തെ വന്നതാണ്, അതുകൊണ്ട് മാറില്ല. ഞങ്ങൾ പോവില്ല ഇവിടുന്ന്. മഴയെപ്പോലും അവഗണിച്ച് അധ്യാപകർ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നു. പലരുടെയും സർട്ടിഫിക്കറ്റുകളും രേഖകളും മഴയിൽ നനഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പോലും സമയം ലഭിക്കാതെ മണിക്കൂറുകളോളം കാത്തുനിന്നുവെന്ന് അധ്യാപകർ പരാതിപ്പെട്ടു. സംസ്ഥാനതല സെൻസസ് ജോലികൾ നടക്കുന്നതിനിടെയാണ് പലരും വെരിഫിക്കേഷനായി എത്തിയത്. സർക്കാർ ചുമതലകൾ നിർവഹിക്കുന്ന അധ്യാപകരെ യാതൊരു പ്രായോഗിക സംവിധാനങ്ങളും ഒരുക്കാതെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു അധ്യാപകരുടെ വിമർശനം. സ്ഥിതി രൂക്ഷമായതോടെ അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് വെരിഫിക്കേഷൻ നടപടികൾ പാലക്കാട് BEM സ്കൂളിലേക്കും വ്യാപിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധിതരായി. മണിക്കൂറുകളോളം വരിയിൽ കാത്തുനിന്ന അധ്യാപകർക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ ടോക്കൺ വിതരണം ചെയ്യണമെന്ന ആവശ്യവും അധ്യാപകർ മുന്നോട്ടുവച്ചു. വെരിഫിക്കേഷൻ നടപടികൾ കൂടുതൽ കാര്യക്ഷമവും അധ്യാപക സൗഹൃദപരവുമായി സംഘടിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയർത്തുകയാണ് അധ്യാപകർ. UTV ന്യൂസ്, പാലക്കാട്.